നമസ്കാരം. കേരളത്തിലെ പഴങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൈതച്ചക്ക ആണ്. ക്രിസ്റ്റഫർ കൊളംബസും കൈതച്ചക്കയും തമ്മിലൊരു ബന്ധമുണ്ട്. അമേരിക്ക കണ്ടെത്തിയ കൊളംബസാണ് വെസ്റ്റ് ഇൻഡീസിൽ നിന്നും കൈതച്ചക്ക എന്ന പഴം കണ്ടെത്തിയതും മടക്കയാത്രയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് അത് എത്തിച്ചതും. കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണെന്ന് കരുതുന്നു. 1548 പോർച്ചുഗീസ് നാവികനായ പെഡ്രോ അൽവാരേസ് കബ്രാൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പഴങ്ങളുടെ കൂട്ടത്തിൽ കൈതച്ചക്കയും ഉണ്ടായിരുന്നു. പോഷകസമ്പന്നമായ കൈതച്ചക്കയിൽ വൈറ്റമിനുകൾ, ധാതുലവണങ്ങൾ, കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ ധാരാളമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളിലൊന്നാണ് കൈതച്ചക്ക. കൈതച്ചക്ക പഴമായും ജാം, സ്ക്വാഷ്, ജെല്ലി, സിറപ്പ് പോലുള്ള ഭക്ഷ്യവസ്തുക്കളായും ഉപയോഗിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ കൈതച്ചക്ക ഉൽപ്പാദനത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കുട്ടികളിലുണ്ടാകുന്ന വില്ലൻ ചുമ, വിരശല്യം, ചൊറി, ചിരങ്ങ് എന്നീ അസുഖങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ് കൈതച്ചക്ക. മുതിർന്നവർക്ക് ദഹനക്കുറവിനും വായുകോപത്തിനുമൊക്കെ കൈതച്ചക്ക ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് കൈതച്ചക്കയ്ക്ക് നൽകിയ പേരാണ് ഇന്ത്യൻ പൈൻ. പിന്നീടത് പൈനാപ്പിൾ എന്നായി മാറി. അതുപോലെ തന്നെ മറ്റൊരു വിശേഷമാണ്, ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട പഴം കൈതച്ചക്കയാണ്. കൈതച്ചക്കയുമായി ബന്ധപ്പെട്ട ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.